കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുഷ്പവർഷത്തിൻ്റെ 90 ദിനങ്ങൾ ലിസിയോയിലെ വിശ ചെറുപുഷ്പത്തോടൊപ്പം നമ്മൾ നടത്തുന്ന ആത്മീയ തീർത്ഥയാത്രയുടെ 37ാമത്തെ ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ കാണുക മറ്റൊരു മൂലപാപമായ കൊതിയെക്കുറിച്ചാണ്, ഗ്ലട്ടണി. കൊച്ചുത്രേസ്യയുടെ ഈ ഒരു ആത്മീയ ദർശനം, അവൾ എങ്ങനെയാണ് കൊതിയെയൊക്കെ തരണം ചെയ്തത്, അവളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ദൈവത്തോട് അടുപ്പിച്ചത്, അതിനെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ അവളെ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികളെക്കുറിച്ച് നമുക്ക് ആദ്യമായിട്ടൊന്ന് കാണാം. ഒന്നാമതായിട്ട് വിശുദ്ധ അഗസ്റ്റിനാണ്. മിതത്വത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകളും വിശപ്പിനു മേലുള്ള ആത്മനിയന്ത്രണത്തിൻ്റെ പ്രാധാന്യവും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ സംയമനത്തെക്കുറിച്ചുള്ള ഗ്രാഹ്യത്തെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് അമ്മ ത്രേസ്യയാണ്. ലാളിത്യത്തിനും സ്വയം പരിത്യാഗത്തിനുമുള്ള അമ്മ ത്രേസ്യയുടെ ഊന്നൽ ആത്മീയ വളർച്ചയിലേക്കുള്ള വഴിയായി കൊച്ചുത്രേസ്യയുടെ സമീപനത്തെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ നോക്കുക വചനത്തിലേക്കാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 25-ാം അധ്യായം 16-ാം വാക്യം: തേൻ കിട്ടിയാൽ ആവശ്യത്തിന് മാത്രമേ കുടിക്കാവൂ, അല്ലെങ്കിൽ ചെടുപ്പ് തോന്നി ഛർദ്ദിച്ചേക്കാം. എല്ലാ കാര്യങ്ങളിലും മിതത്വം പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഈ വാക്യം എടുത്തു കാണിക്കുന്നുണ്ട്. വീണ്ടും പൗലോസ്ലീഹയിലേക്കാണ് നോക്കുക. പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 19-ാം വാക്യം: നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം, ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു. വിശപ്പ് ഒരാളുടെ ജീവിതത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ അനുവദിക്കുന്നതിൻ്റെ ആത്മീയ അപകടങ്ങളെ ഈ വാക്യം അടിവരയിട്ട് പ്രസ്താവിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ഈ കൊതിയെക്കുറിച്ച് അല്ലെങ്കിൽ ഗ്ലട്ടണിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, അവളുടെ വ്യൂ പോയിന്റുകൾ, അതിലേക്ക് നോക്കുമ്പോൾ ഒരു 5 തലങ്ങളിൽ നിന്ന് അതിനെ ദർശിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട് മോഡറേഷൻ ഇൻ കൺസപ്ഷൻ, ഉപയോഗത്തിലുള്ള മിതത്വം. രണ്ടാമതായിട്ട് ഡിറ്റാച്ച്മെൻറ്റ് ഫ്രം സെൻഷ്വൽ പ്ലഷേഴ്സ്, ഈ സെൻഷ്വൽ പ്ലഷേഴ്സിൽ നിന്നുള്ള ഡിറ്റാച്ച്മെൻറ്റ്, നമ്മൾ അതിൽ നിന്നുള്ള ഒരു വിരക്തം. മൂന്നാമതായിട്ട് മൈൻഡ്ഫുൾ ഈറ്റിംഗ്, ശ്രദ്ധാപൂർവമായ ഭക്ഷണം കഴിക്കൽ. നാലാമതായിട്ട് സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് കൺട്രോള്, നമ്മുടെ സ്വയം പരിശീലനവും അതുപോലെ തന്നെ നമ്മുടെ കൺട്രോളും. അഞ്ചാമതായിട്ട് സ്പിരിച്വൽ നറിഷ്മെൻറ്റ്, ആത്മീയമായ പരിപോഷണങ്ങൾ. നമുക്ക് ഈ വശങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധാപൂർവം നീങ്ങാം. ഒന്നാമതായിട്ട് മോഡറേഷൻ ഇൻ കൺസപ്ഷൻ, ഉപയോഗത്തിൽ, ഭക്ഷണത്തിൻ്റെ ഉപയോഗത്തിൽ നമ്മൾ പുലർത്തേണ്ട മിതത്വം. ഭക്ഷണം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും മിതത്വം പാലിക്കുന്നത് ആത്മീയ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ വിശ്വസിച്ചിരുന്നു. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ പറയുന്നു: എല്ലാ കാര്യങ്ങളിലും മിതത്വം പാലിക്കുക എന്നതാണ് യഥാർത്ഥ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പാത. അപ്പോൾ മിതത്വത്തെ അവൾ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പാതയായിട്ടാണ് അവൾ വ്യാഖ്യാനിക്കുക അല്ലെങ്കിൽ കണ്ടിരുന്നത്. അവൾ സെലിൻ എഴുതിയ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു: എല്ലാ നേരവും അമിതമായത് ഒഴിവാക്കിക്കൊണ്ട് ലളിതമായി ഭക്ഷണം കഴിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവൾ ഭക്ഷണത്തെ പോലും അവൾ കൊടുത്തിരുന്ന ഒരു ശ്രദ്ധ, അമിതമായുള്ള ആവേശങ്ങളും ആർത്തിയെല്ലാം മാറ്റിവെച്ചിട്ട് ലളിതമായിട്ടാണ് അവളുടെ ഭക്ഷണ സംവിധാനങ്ങളെ ക്രമീകരിച്ചിരുന്നത്. ഇതിൻ്റെ രണ്ടാമത്തെ തലം എന്ന് പറയുക ഡിറ്റാച്ച്മെൻറ്റ് ഫ്രം സെൻഷ്വൽ പ്ലഷേഴ്സ്, കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്കും ദൈവത്തോടുള്ള ആഴമായ സ്നേഹത്തിലേക്കുമുള്ള വഴിയായി കണ്ടുകൊണ്ട് അമിതമായ ആഹ്ലാദത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ പ്രാധാന്യം കൊച്ചുത്രേസ്യ ഊന്നി പറയുന്നുണ്ട്. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ പറയുന്നു: ആത്മാവിൻ്റെ സന്തോഷങ്ങൾ സ്വീകരിക്കാൻ ഞാൻ ഭൗമിക സുഖങ്ങളിൽ നിന്ന് എന്നെ തന്നെ മാറ്റി നിർത്തുന്നു. അപ്പോൾ അവളെ സംബന്ധിച്ചും പ്രാധാന്യം
ആത്മാവിന് നിറവല്ലി സന്തോഷമാണ്. അതിൻ്റെ പൂർണ്ണത കിട്ടുവാൻ വേണ്ടി അവൾ ഭൗമിക സുഖങ്ങൾ, ലോകം തരുന്ന സുഖങ്ങളെല്ലാം മാറ്റി നിർത്തി, അല്ലെങ്കിൽ അതിൽ നിന്ന് അവൾ ഒഴിഞ്ഞു നിന്നിരുന്നു. അവളൊരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു, അധികമായത്, അതായത് എക്സസ്, അധികമായത് ഒന്നുമില്ലായ്മയിലേക്ക് നയിക്കുന്നു. ഒന്നിനോടും മമതയില്ലാത്തതിനാൽ ഞാൻ എൻ്റെ നിർവൃതി കണ്ടെത്തുന്നു. അവൾ പ്രത്യേകിച്ച് ഒന്നിനോടും മമതയില്ലാതെ ജീവിച്ചിരുന്നു. ലോകത്തിൻ്റെ ഒരു സന്തോഷങ്ങൾക്കും അവളുടെ സ്വാധീനം ചെലുത്തുവാനായിട്ട് സാധിച്ചിട്ടില്ല. അത് അവളെടുത്ത ഒരു സ്റ്റെപ്പായിരുന്നു. ഇതിൻ്റെ മൂന്നാമത്തെ തലം എന്ന് പറയുക മൈൻഡ്ഫുൾ ഈറ്റിംഗ്. കേവലമായ ആസ്വാദനത്തിന് പകരം കൃതജ്ഞതയിലും പോഷണത്തിൻ്റെ ഉദ്ദേശത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഭക്ഷണം കഴിക്കുന്നതിനുള്ള ശ്രദ്ധാപൂർവമായ സമീപനത്തെ വിശുദ്ധ കൊച്ചുത്രേസ്യ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അവളുടെ ആത്മകഥയിൽ കുറിക്കുന്നു, ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ദൈവത്തിൽ നിന്നുള്ള സമ്മാനമാണെന്ന് ഓർത്തുകൊണ്ട് ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ ഒരു ഭക്ഷണത്തെ എത്രമാത്രം കൃതജ്ഞതയോടുകൂടി എത്രമാത്രം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടാണ് അവൾ സ്വീകരിച്ചിരുന്നത്. അവൾ സെലിൻ എഴുതുന്നൊരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു, ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ശ്രദ്ധ ദൈവത്തിൻ്റെ സൃഷ്ടികളോടുള്ള നന്ദിയും ആദരവും എന്നെ പഠിപ്പിക്കുന്നു. ഇപ്പോൾ ഒരു ഭക്ഷണം പോലും അവളെ ദൈവത്തോടുള്ള നന്ദി, സൃഷ്ടികളോടുള്ള നന്ദി, ആദരവ്, എത്രമാത്രം ആത്മീയ ആഴങ്ങളിലേക്കാണ് അവളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ നാലാമത്തെ തലം എന്ന് പറയുക സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് കൺട്രോൾ. യഥാർത്ഥമായ ശക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കൊതി അല്ലെങ്കിൽ ആർത്തി അതിനെ അതിജീവിക്കുന്നതിൽ ആത്മനിയന്ത്രണം വളർത്തിയെടുക്കുന്നത് സുപ്രധാനമാണെന്ന് അവൾ വീക്ഷിച്ചിരുന്നു. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ കുറിക്കുന്നു, പ്രലോഭനത്തെ ചെറുക്കാൻ ഞാൻ ദിവസവും തേടുന്ന ഒരു കൃപയാണ് അച്ചടക്കം, അല്ലെങ്കിൽ സെൽഫ് ഡിസിപ്ലിൻ. അപ്പോൾ ഈ സെൽഫ് ഡിസിപ്ലിനിലൂടെ അവൾ പ്രലോഭനങ്ങളെ അതിജീവിച്ചിരുന്നു. അപ്പോൾ പ്രലോഭനങ്ങൾ ഉണ്ടാകുന്ന സ്വാഭാവികമാണ്, പക്ഷെ അവളെ തന്നെ നിയന്ത്രിച്ച് അതിനെ മറികടന്നിരുന്നു. അവളുടെ ആത്മകഥയിൽ വീണ്ടും കുറിക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആത്മനിയന്ത്രണം വളർത്തിയെടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ സമസ്ത മേഖലകളിലും അവളെ തന്നെ കൺട്രോൾ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ അഞ്ചാമത്തെ തലം എന്ന് പറയുക സ്പിരിച്വൽ നറിഷ്മെൻറ്റ്. ശാരീരിക ഭക്ഷണം ആവശ്യമാണെങ്കിലും പ്രാർത്ഥനയിൽ നിന്നും ദൈവവുമായുള്ള കൂട്ടായ്മയിൽ നിന്നുള്ള ആത്മീയ പോഷണം അത്യന്താപേക്ഷിതമാണെന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ പഠിപ്പിക്കുന്നുണ്ട്. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ കുറിക്കുന്നു, ശാരീരിക പോഷണം പ്രധാനമാണ്, എന്നാൽ ആത്മീയ ഭക്ഷണം എൻ്റെ ആത്മാവിനെ നിലനിർത്തുന്നു. നമ്മൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ്, പക്ഷേ എൻ്റെ ആത്മീയ ഭക്ഷണം, അതുള്ള പ്രാർത്ഥനകളാണ്, പ്രാർത്ഥനാപരമായ കാര്യങ്ങളാണ്, അതാണ് ആത്മാവിനെ നിലനിർത്തുന്നതെന്ന് അവൾ വിശ്വസിക്കുകയാണ്, അവൾ കുറിച്ച് വയ്ക്കുകയാണ്. അവളുടെ അന്തിമ വചസ്സുകളിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ ജീവൻ്റെ അപ്പം തേടുന്നു, കാരണം അത് ഭൗമിക ഭക്ഷണത്തിനപ്പുറം എൻ്റെ ആത്മാവിനെ പരിപോഷിപ്പിക്കുന്നു. അപ്പോൾ ദൈവികമായ കാര്യങ്ങളിലേക്ക്, ദൈവം നൽകുന്ന ജീവൻ്റെ അപ്പത്തിലേക്ക് അവൾ കൊടുത്തിരുന്ന ഊന്നൽ, കാരണം അതാണ് ആത്മാവിനെ പരിപോഷിപ്പിക്കുന്നതെന്നുള്ള ഒരു ഉറപ്പ്, ഒരു ബോധ്യം അവൾക്ക് ജീവിതത്തിലുണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, നമ്മളിപ്പോൾ കണ്ട ഈ ആത്മീയത എങ്ങനെയാണ് മറ്റു തലങ്ങളെ, പ്രത്യേകിച്ച് ആധ്യാത്മിക തലം, മനഃശാസ്ത്രപരമായ തലം, സാമൂഹിക തലം, ഈ മൂന്ന് തലങ്ങളെ എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളതെന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം. വിശുദ്ധിയിലേക്കുള്ള വിശാലമായ യാത്രയുടെ ഭാഗമായി വീക്ഷിച്ച് ഉപഭോഗത്തോട് സമതുലിതമായ ഒരു സമീപനം സ്വീകരിക്കുവാൻ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ഉൾക്കാഴ്ചകൾ പലരെയും പ്രചോദിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് മനഃശാസ്ത്രപരമായ തലം. ആത്മനിയന്ത്രണത്തിനും മിതത്വത്തിനുമുള്ള കൊച്ചുത്രേസ്യയുടെ ഊന്നൽ ശ്രദ്ധാപൂർവമായ ഭക്ഷണവും വൈകാരിക ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്ന ആധുനിക മനഃശാസ്ത്ര തത്വങ്ങളുമായിട്ട് ഏറെ പൊരുത്തപ്പെടുന്നു. മൂന്നാമതായിട്ട് സാമൂഹികപരമായ തലം. കൊതി അല്ലെങ്കിൽ ആർത്തി, അതിനെക്കുറിച്ചുള്ള കൊച്ചുത്രേസ്യയുടെ പഠനങ്ങൾ അല്ലെങ്കിൽ പഠിപ്പിക്കലുകൾ ആരോഗ്യകരമായ ജീവിതം, സ്വയം അച്ചടക്കം, ശാരീരികവും ആത്മീയവുമായ ആവശ്യങ്ങൾ സന്തുലിതമാക്കുന്നതിന് പ്രാധാന്യം എന്നിവയെക്കുറിച്ചുള്ള സാമൂഹിക ചർച്ചകൾക്ക് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, കൊച്ചുത്രേസ്യയുടെ ഈ ആത്മീയ വശങ്ങൾ അവളുടെ ജീവിതത്തിൽ നിന്ന് കൊതിയെ അല്ലെങ്കിൽ ഭക്ഷണത്തോടുള്ള ആർത്തിയെ സമീപനത്തെയൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്ത് നമ്മൾ കണ്ടു. ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ ചില ചോദ്യങ്ങളൊന്ന് ചോദിക്കാം. ഒന്നാമതായിട്ട്, എൻ്റെ ഭക്ഷണശീലങ്ങളിലും
ജീവിത രീതിയിലും ഞാൻ മിതത്വം പാലിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏതെല്ലാം വിധങ്ങളിലാണ്? രണ്ടാമതായിട്ട്, ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തോടുള്ള കൃതജ്ഞത എങ്ങനെ വളർത്തിയെടുക്കുവാനും അത് ദൈവത്തിൽ നിന്നുള്ള സമ്മാനമായിട്ട് കാണുവാനും എനിക്ക് എങ്ങനെയാണ് സാധിക്കുക? മൂന്നാമതായിട്ട്, എൻ്റെ അനുദിന ജീവിതത്തിൽ കൂടുതൽ ആത്മനിയന്ത്രണം വളർത്തിയെടുക്കുവാൻ എനിക്ക് എന്ത് നടപടികൾ സ്വീകരിക്കുവാനായിട്ട് സാധിക്കും? പ്രിയമുള്ളവരെ, നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. കൊതി അല്ലെങ്കിൽ ആർത്തി ഈ മൂലപാപത്തെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുവാൻ, അല്ലെങ്കിൽ അതിന് സ്വാധീനമില്ലാതെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ നിമിഷം നമുക്ക് പുണ്യവതിയോട് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇഹലോക ജീവിതത്തിൽ മാലായിക്കടുത്ത പരിശുദ്ധിയുടെയും ആധ്യാത്മിക ശിശുത്വത്തിൻ്റെയും ദൈവത്തിരുമനസ്സുള്ള പൂർണ്ണമായ കയ്യാൽപ്പിൻ്റെയും ദർപ്പണമായ വിശുദ്ധ ത്രേസ്യായെ, ഞങ്ങളെ നീ ദയോടെ തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നിന്നെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ അരിഷ്ടതകളെല്ലാം നിൻ്റേതായി നീ സ്വീകരിക്കണമേ. നിൻ്റെ ആയുസിൻ്റെ ആരംഭദശയിൽ തന്നെ സ്വർഗരാജ്ഞിയ അമലോത്ഭകന്യ വാത്സല്യത്തോടെ നിന്നെ കടാക്ഷിക്കുകയും നീ അവിടുത്തെ വത്സര ശിശുവായി തീരുകയും ചെയ്തുവല്ലോ. ആ മാതാവിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥം മൂലം ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും, പ്രത്യേകിച്ച് പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ ചേർത്ത് വയ്ക്കാം. ഒന്നാമതായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കൊതി അല്ലെങ്കിൽ ആർത്തി, ഈ മൂലപാവത്തിൻ്റെ സമസ്ത വേരുകളും നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നതിന് നമ്മളെ സഹായിക്കണമേ എന്ന് പുണ്യവതിയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമുക്ക് നമ്മുടെ വിവിധങ്ങളായ നിയോഗങ്ങളെ ഒന്ന് ചേർത്ത് വയ്ക്കാം. ഈ അനുഗ്രഹങ്ങളും ഒരു നല്ല മരണവും സിദ്ധിക്കുന്നതിന് നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പുണ്യവതിയുടെ തിരുശേഷിപ്പ് കൊണ്ടുള്ള ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങിയാണ്. നമുക്ക് കണ്ണുകൾ അടച്ച് കരങ്ങൾ ചേർത്ത് പിടിച്ച് ശിരസ് നമിക്കാം. നല്ലവനായ കർത്താവേ, നിൻ്റെ ഇഷ്ടദാസിയായ ലിസ്യുവിലെ ചെറുപുഷ്പത്തെ ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. നിന്നോടൊപ്പമാകാൻ വേണ്ടി അവളുടെ ജീവിതത്തിൽ അവൾ എത്രമാത്രം ശ്രദ്ധയാണ് കൊടുത്തിരുന്നത്, എത്രമാത്രം അവളെ തന്നെ കൺട്രോൾ ചെയ്താണ് ജീവിച്ചിരുന്നത്. ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രലോഭനങ്ങളെയും തരണം ചെയ്യുവാനായിട്ട് സാധിച്ചല്ലോ. ഭക്ഷണത്തോട് പോലും അവർ പുലർത്തിയ മാന്യത ഞങ്ങളെയൊക്കെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയാണ്. നല്ലവനായ കർത്താവേ, ഈ ഒരു കൃപ, ഈ ഒരു ബോധ്യം ഞങ്ങൾക്കും അങ്ങ് പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചുറാണി, നിൻ്റെ ഈ ആധ്യാത്മികത ഞങ്ങളെ ഏറെ അത്ഭുതപ്പെടുത്തിയാണ്. ജീവിതത്തിൽ എല്ലാത്തിനോടൊരു മിതത്വം പാലിക്കുവാനായിട്ട്, പ്രത്യേകിച്ച് കൊതി എന്ന തഴക്കദോഷത്തിൻ്റെ വേരുകൾ ഞങ്ങൾ ആരിലെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പറിച്ചു കളയുവാനായിട്ട്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം നൽകുന്ന സ്പിരിച്വൽ നറിഷ്മെൻറ്റിലൂടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതത്തെ വളർത്തിയെടുക്കുവാനായിട്ട്, ആത്മീയതയെ പരിപോഷിപ്പിക്കുവാനായിട്ട് പുണ്യവതി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി നീ പ്രാർത്ഥിക്കണമേ, മധ്യസ്ഥം വഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പുഷ്പവർഷവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.